ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും പോകാൻ ആഗ്രഹമുണ്ട്. ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും 99% ഹൃദയത്തിൽ ഒരു കടുകുമണിയുടെ അളവ് ഒരു ഈമാനുള്ളവരും ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത ആരുമില്ല. പക്ഷെ എല്ലാവരും കൊണ്ട് പോകാൻ കഴിയില്ല. ചിലപ്പോൾ സമ്പത്തുണ്ടാകാം, പക്ഷെ പോകാൻ കഴിയണമെന്നില്ല. കാരണം അള്ളാഹുവിന്റെ അതിഥികളാണ് ഹജ്ജിന് പോകുന്നവർ. അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പൊ അള്ളാഹു അതിഥിയായി തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് ചില യോഗ്യതകളൊക്കെ വേണം. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹജ്ജിന് പോകാൻ കഴിയാത്തവർ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഹജ്ജിന് പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. ആഗ്രഹങ്ങൾ മാത്രം കൊണ്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ഹജ്ജിന് പോയില്ലെങ്കിലും മക്കത്തും മദീനത്തും നാനിങ്ങളും പോയില്ലെങ്കിലും ചിലർക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്തും മദീനത്ത് പോയില്ലെങ്കിലും പാവപ്പെട്ടവൻ അവന് പോകാനുള്ള സമ്പത്തില്ല, അല്ലെങ്കിൽ ശാരീരികമായിട്ട് കഴിയുന്നില്ല, അങ്ങനെയുള്ള മനുഷ്യനാണെങ്കിലും അവന് ഹജ്ജിന് പോയ ഉംറയ്ക്ക് പോയ പ്രതിഫലം ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹജ്ജിന്റെ മാസം തുടങ്ങി ഹജ്ജിന്റെ 1 മുതൽ 10 വരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ, അതിനാണ് ചില നാട്ടിലാണെങ്കിലും അവന്റെ ചിന്ത ഞാൻ കഅബയുടെ മുന്നിൽ നിൽക്കണമല്ല. ചില ആൾക്കാരുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ചിന്ത, ഹാജിമാര് യാത്രയായി കഴിഞ്ഞാൽ പിന്നെ മനസ്സിന്റെ ഉള്ളിൽ ഈ മനുഷ്യൻ നാട്ടിലാണെങ്കിലും എപ്പോഴും ഒരു ഹജ്ജിന് പോകാൻ സമ്പത്തില്ലാത്ത മനുഷ്യൻ മക്കത്തെത്തിയ ഒരു ചിന്തയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഹാജിയെ പോലെ തന്റെ വീട്ടിലിരുന്നു കൊണ്ട് മനസ്സുകൊണ്ട് അവിടെ എത്തി അവിടെ തവാഫ് ചെയ്യുകയും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഹാജിമാരുടെ കൂടെ നടക്കുന്നത് പോലെ ഹൃദയം കൊണ്ട് ചിന്തിച്ച് അള്ളാഹുവിന്റെ ഓർമ്മയിൽ ആരെങ്കിലും കഴിച്ചുകൂട്ടിയാൽ അവന് ഹജ്ജിന്റെ പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിവില്ലാത്തവർ നമ്മളും അവരുടെ കൂടെ ഈ 10 ദിവസം അവരുടെ കൂടെ അവർ തവാഫ് ചെയ്യുന്നു, സഅയ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും നമ്മളും ചെയ്യുന്നവരായി അള്ളാഹുവിന്റെ സ്മരണയുമായിട്ട് ഈ ദിവസങ്ങൾ നമ്മൾ ചെലവഴിച്ചാൽ നമുക്കും അതിന്റെ അത്രയും കിട്ടിയില്ലെങ്കിലും അതിന്റെ പകുതിയെങ്കിലും പ്രതിഫലം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഉദുവെടുത്തിട്ട് തന്റെ ഭവനത്തിൽ നിന്ന് ഉദുവെടുത്തിട്ട് ആഗ്രഹത്തോടുകൂടി പള്ളിയിൽ എനിക്ക് പോയി ജമാഅത്ത് നിസ്കരിക്കണം, അവര് തക്ബീർ എനിക്ക് പള്ളിയിൽ എത്തണമെന്ന ആഗ്രഹത്തോടെ ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്ന് ഉദുവെടുത്ത് പള്ളിയിലേക്ക് പോയാൽ അവനൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 5 എണ്ണം ചെയ്യാൻ, ഒരു ദിവസം 5 ഹജ്ജ് എനിക്ക് നിങ്ങൾക്ക് ചെയ്യാം. റൂമിൽ നിന്ന് വീട്ടിൽ നിന്ന് ഉദുവെടുത്തിട്ട് എനിക്ക് ജമാഅത്തിന്റെ തക്ബീർ ഇമാമ് കൈകെട്ടും എനിക്കവിടെ ഉണ്ടാകണം. ഇത്രയും ആത്മാർത്ഥമായിട്ട് പള്ളിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന മനുഷ്യർ ഈ പ്രതിഫലമുണ്ട്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന അർത്ഥമറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, പാവപ്പെട്ടവന്റെ ഹജ്ജിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നേരത്തെ കാലത്ത് ഇമാം ഖുതുബ ഓതി ഇറങ്ങുമ്പോഴല്ല, നേരത്തെ കാലത്തെ നമസ്കാരത്തിൽ ഓതാറുണ്ട്, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ. പെട്ടെന്ന് വരാനാണ് പറഞ്ഞത്. അപ്പൊ ജുമുഅയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജുമുഅ ദിവസം നേരത്തെ കാലത്ത് ഒരുങ്ങി ശുദ്ധമായി നേരത്തെ പള്ളിയിലേക്ക് വരുന്നവർ, അവർക്ക് അത് പാവപ്പെട്ടവന്റെ ഹജ്ജിന്റെ ദിവസമാണ്, അന്ന് പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു കാര്യം, ആരെങ്കിലും എല്ലാ ദിവസവും ദുഹാ നിസ്കരിച്ചാൽ, ദുഹാ നിസ്കാരം നമുക്കുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചത് മുതൽ ദുഹറിന്റെ കുറച്ച് സമയം മുമ്പ് വരെ, ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് ദുഹാ നിസ്കരിക്കാം. ആരെങ്കിലും ദുഹാ നിസ്കരിച്ചാൽ അവന് ഉംറ ചെയ്ത പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട്, സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞ് ഇശ്റാഖാകുമ്പോ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അവനൊരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ദിക്ർ, ദുആ, ഖുർആൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് സൂര്യനൊക്കെ ഉദിക്കുന്ന സമയമാകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചാൽ അതിന് ദുആയാണെന്നും അതുപോലെ തന്നെ അത് ഇശ്റാഖാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാണെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചാൽ നിനക്ക് ആ പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അവിടെ എത്താൻ ഒരിക്കലെങ്കിലും ആ കഅബയുടെ മുന്നിൽ ചെന്ന് നിസ്കരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്ത പ്രതിഫലമുള്ളത്,
വല്ലാത്ത പ്രതിഫലമുള്ളതാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ നിന്റെ വീട്ടിൽ പോയാൽ എന്ത് കിട്ടും പടച്ചവനെ? കഅബയിൽ പോകാൻ അല്ലാഹു പറയുന്നു. വിശുദ്ധമായ കഅബയിലേക്ക് പോയി ഹജ്ജും ഉംറയ്ക്കും പോകാൻ അല്ലാഹു പറയുന്നു. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിച്ചു, പടച്ചവനെ കഅബയിൽ ചെന്നാൽ എന്ത് കിട്ടും? കഅബയിൽ ചെല്ലുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്തു, ദാവൂദേ, ആരെങ്കിലും എന്റെ ഭവനത്തിന്റെ മുന്നിലേക്ക് വന്നാൽ, ആരെങ്കിലും എന്റെ വീടിന്റെ മുന്നിലേക്ക് വന്നാൽ, എന്റെ കഅബയുടെ മുന്നിലേക്ക് വന്നാൽ അവന്റെ സർവ്വ പാപങ്ങളും ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്ന 2 പ്രതിഫലത്തിൽ ഒന്നാമത്തെ പ്രതിഫലം ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. 2, ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയവർക്കറിയാം, ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയിട്ടുള്ള പ്രായമുള്ളവർക്കറിയാം. അള്ളാന്റെ റസൂല് പറയുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്തു, ആരെങ്കിലും ഹജ്ജിന് പോയ ആ മനുഷ്യൻ ഉംറയ്ക്ക് പോയ ഒരു മനുഷ്യന് കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം ആ മനുഷ്യൻ അല്ലാഹു ആരോഗ്യം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗികളായി പ്രായമായിട്ട് നടക്കാൻ കഴിയാത്ത ഉപ്പമാര് പോലും ഹജ്ജിനൊക്കെ പോയിട്ട് ചെറുപ്പക്കാര് നടക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ തവാഫ് ചെയ്യുന്ന കാഴ്ചകൾ കാണാം. എഴുന്നേറ്റ് നടക്കാൻ നല്ല രീതിയിൽ സുഖമില്ല, ഒരല്പം പള്ളിയിലേക്ക് നടന്നു വരാൻ പോലും കഴിയാത്ത ഉമ്മമാർ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരാരും നോക്കേണ്ട കാര്യമില്ല, അവർക്കറിയാം അവരുടെ കാര്യം നോക്കാൻ. ആരോഗ്യം അല്ലാഹു നൽകും, ആഫിയത്ത് അല്ലാഹു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.